നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളയിൽ പൊക്കിയെടുത്ത് വീണ്ടും കേരള സർക്കാർ. തോറ്റു തൊപ്പിയിട്ടാലും വാശിക്കൊട്ടും കുറവില്ല. ജനം പട്ടിണിയിൽ കിടക്കുമ്പോഴും ഹൈസ്പീഡ് ട്രെയിനിനു വേണ്ടി നീക്കങ്ങൾ. കേരളയിൽ പദ്ധതി കൊണ്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കാൻ തീരുമാനിച്ച ട്രെയിൻ സർവീസാണ് സിൽവർ ലൈൻ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പുതിയ റെയിൽ പാളം നിർമ്മിച്ച് അതിലൂടെ അതിവേഗം തീവണ്ടി ഓടിക്കുന്ന ഏർപ്പാടാണ് സിൽവർ ലൈൻ പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. ഈ പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങിയപ്പോൾ കേരളത്തിൽ വലിയ സംഘർഷത്തിനും പ്രതിഷേധത്തിനും വഴിയൊരുക്കി. യാതൊരു മുന്നറിയിപ്പും നൽകാതെ നൂറുകണക്കിന് കുടുംബങ്ങളെ പൊളിച്ചു നീക്കുന്ന തരത്തിലുള്ള സിൽവർ ലൈൻ സർവേയാണ് ഉദ്യോഗസ്ഥർ നടത്തിയത്. കേരളമൊട്ടാകെ പ്രതിഷേധം ഉയർന്നപ്പോൾ സർക്കാർ തന്നെ വാശി അടക്കി പിറകോട്ട് പോയ പദ്ധതി വീണ്ടും പൊടിതട്ടിയെടുക്കാനുള്ള ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ. സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ അനുമതിയും പണവും കേന്ദ്ര സർക്കാരിന്റെ അടുത്ത ബജറ്റിൽ നീക്കിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. വിദേശ ധനസഹായത്തോടെ സിൽവർ ലൈൻ പദ്ധതി നടപ്പിൽ വരുത്തുക എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. സിൽവർ ലൈൻ നടപ്പിൽ വരുത്തുന്നതിനായി നടത്തിയ സർവേയിൽ സംഘടനകളും അറസ്റ്റുകളും ശക്തമായപ്പോൾ പതിവ് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ സിൽവർ ലൈൻ പദ്ധതിയെ ന്യായീകരിച്ചുകൊണ്ട് ആര് എന്ത് തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും കേരളത്തിൽ റെയിൽ പദ്ധതി നടപ്പിലാക്കിയിരിക്കും എന്ന് പ്രഖ്യാപിച്ചു. പ്രതിഷേധങ്ങൾ ശക്തമാവുകയും നാട്ടിൻപുറങ്ങളിൽ സിൽവർ ലൈൻ വിരുദ്ധ സംരക്ഷണ സമിതികൾ രംഗത്ത് വരികയും ചെയ്തതോടുകൂടി സർക്കാരിന് സർവേയുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ഇതിനിടയിലാണ് തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. തെരഞ്ഞെടുപ്പിൽ റെയിൽ പദ്ധതി തിരിച്ചടിയായി മാറും എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി സർക്കാർ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ചരിത്രത്തിൽ ഒരിക്കലും നേരിടാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. സാമൂഹിക പെൻഷനുകൾ, സർക്കാർ ജീവനക്കാരുടെ ശമ്പള ആനുകൂല്യങ്ങൾ, അതുപോലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ന്യായവില കടകളിലെ സാധനങ്ങൾ ഇല്ലായ്മ, ഇത്തരം കാരണങ്ങൾ കൊണ്ട് കേരളത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുന്ന സ്ഥിതിയിൽ പോലും യാതൊരുവിധ സർക്കാർ ഇടപെടലും ഉണ്ടാകുന്നില്ല. എന്ത് കാര്യം ചോദിച്ചാലും സാമ്പത്തിക പ്രതിസന്ധി എന്നും കേന്ദ്ര സർക്കാർ നൽകേണ്ട സാമ്പത്തിക സഹായം തരുന്നില്ല എന്നുള്ള ന്യായങ്ങളാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുമായി നീങ്ങുമ്പോഴാണ് 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ മുതൽ മുടക്ക് വരുന്ന സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നീക്കങ്ങൾ വീണ്ടും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. മുടക്കു മുതലിന്റെ 70% തുകയ്ക്ക് കേന്ദ്ര സർക്കാർ ജാമ്യം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കടുത്ത വാശി എന്നോണം മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഇപ്പോഴും ജനങ്ങളുടെ നെഞ്ചിലൂടെ കടന്നുപോകുന്ന റെയിൽ പദ്ധതിക്ക് വേണ്ടി നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പട്ടിണി പാവങ്ങളുടെ പ്രതിമാസ പെൻഷൻ പോലും നൽകാൻ കഴിയാത്ത സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് കേരളീയരാണ് എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. മാത്രവുമല്ല, കൃത്യമായി പണം നൽകി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിലും കേരളം തന്നെയാണ് മുമ്പിൽ. കേരളത്തിൽ ഗതാഗത സൗകര്യം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് വെളിപ്പെടുന്നതാണ് ഈ കണക്ക്. കേരളത്തിൽ അതിവേഗ യാത്രയ്ക്കുള്ള ജനങ്ങളുടെ താല്പര്യം കൂടി വരുന്നുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വന്ദേ ഭാരത് അതിവേഗ തീവണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുകയും അത് സർവീസ് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെയിൽ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും അതിവേഗമുള്ളതും ആധുനിക സൗകര്യമുള്ളതുമായ പുതിയ ട്രെയിനുകൾ കേരളത്തിന് അനുവദിക്കുന്ന കാര്യം പരിഗണിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇത്തരത്തിൽ നിലവിലുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പാതകളും പുതിയ തീവണ്ടികളും കൂടുതലായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെയിൻ യാത്ര ചെയ്യുന്ന മുഴുവൻ യാത്രക്കാർക്കും കൂടുതൽ സൗകര്യം ലഭിക്കാൻ സാധ്യതയുണ്ടാകും. ഇത്തരത്തിലുള്ള നിലവിലെ തറയിൽ പാതയിലൂടെയും പുതിയ തീവണ്ടികളുടെയും സൗകര്യം ഒരുക്കി യാത്രക്കാരുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കാലിയായ ഖജനാവും കൊണ്ട് ഭിക്ഷയാചിച്ചു നടക്കുന്ന ഒരു സർക്കാർ 1.5 ലക്ഷം കോടി രൂപയുടെ വായ്പയെടുത്ത് കേരളത്തെ വെട്ടിമുറിച്ച് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വീടുകൾ പൊളിച്ചും നിരവധി കടകമ്പോളങ്ങളും ഓഫീസുകളും തകർത്തെറിഞ്ഞും സിൽവർ ലൈൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം ഭരണകർത്താക്കൾ തിരിച്ചറിഞ്ഞാൽ നന്ന്.
കെ-റെയിൽ പദ്ധതി കേരളത്തിലെ ജനങ്ങൾ നിഷേധിച്ചതും തള്ളിക്കളഞ്ഞതുമായ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് വേണ്ടി മുഖ്യമന്ത്രിയും സർക്കാരും വാശി കാണിച്ചതിന്റെ ഒരു തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ മറുപടി. ജനങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സർക്കാരിനും അവസരം കിട്ടുമ്പോൾ ജനങ്ങൾ തിരിച്ചടി നൽകുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയെങ്കിലും ഇടതുപക്ഷ സർക്കാർ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സിൽവർ ലൈനിന്റെ പിറകെ നടക്കാതെ ജനങ്ങളുടെ പട്ടിണിയും ദുരിതവും അകറ്റാനുള്ള കാര്യങ്ങൾ അടിയന്തരമായി ചെയ്തു തീർക്കുകയാണ് ഉചിതം. ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ പരിഹരിച്ചതിന് ശേഷം ആലോചിച്ചാൽ പോരെ കെ-റെയിലും സിൽവർ ലൈനും അതിവേഗ തീവണ്ടിയുമൊക്കെ. നന്ദി, നമസ്കാരം.